അല്ലെങ്കിൽ ഏപ്രിൽ 18 RCB ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായ ഒരു ദിവസമൊന്നുമല്ല. 2008 ഇതേ ദിവസം തന്നെയാണ് IPL തന്നെ ആദ്യത്തെ മത്സരത്തിൽ ബാംഗ്ലൂർ തോറ്റിട്ടുണ്ടായിരുന്നു കൊൽക്കത്തയോട്. ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ പ്ലേയേഴ്സിന് ഇല്ലെങ്കിലും RCB ആരാധകരുടെ മനസ്സിൽ എന്തായാലും ആ ആശങ്ക ഉണ്ടായിരുന്നിരിക്കും. എന്നാൽ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ RCB തന്നെയായിരുന്നു ഫേവറേറ്റ്സ് ആയിട്ടുണ്ടായിരുന്നത്. ആദ്യ വിക്കറ്റിൽ അവർക്ക് 52 റൺസ് കൂട്ടിച്ചേർക്കാനായിട്ട് പറ്റിയെങ്കിലും കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് എടുത്തുകൊണ്ട് RCBയുടെ ആ സ്കോർ ബോർഡ് 175 റൺസിൽ ഒതുക്കി നിർത്താനായിട്ട് ഡൽഹി ബോളർമാർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ സെക്കൻഡ് ഇന്നിംഗ്സിൽ ഒരു സ്വപ്നതുല്യമായ തുടക്കമാണ് ഭുവനേശ്വർ RCBക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പവർ പ്ലേയുടെ ഉള്ളിൽ തന്നെ ഡൽഹിയുടെ 3 വിക്കറ്റുകൾ ഭുവനേശ്വറിന് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം സ്റ്റബ്സിനെ കൂട്ടിപ്പിടിച്ചിട്ട് KL രാഹുൽ നല്ലൊരു ഇന്നിംഗ്സ് കളിക്കുന്നത് കണ്ടു. കഴിഞ്ഞ സീസണിൽ നമ്മളിത് കണ്ടിട്ടുള്ളതാണ്. KL രാഹുൽ തകർത്തടിച്ചിട്ട് ഡൽഹിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അത് തന്നെയാണ് ഇന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ KL രാഹുലിന് അവസാനം വരെ നിൽക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. KL രാഹുലിന്റെ വിക്കറ്റ് എടുത്തിട്ട് RCB കളിയിലേക്ക് തിരിച്ചു വന്നെങ്കിലും അക്ഷർ പട്ടേൽ വന്നിട്ട് നല്ലൊരു ഇന്നിംഗ്സ് കാഴ്ചവെച്ചിട്ട് സ്കോർ ബോർഡ് നല്ല രീതിയിൽ ഉയർത്തുന്നതായിട്ട് നമുക്ക് കണ്ടു. അതിനുശേഷം അക്ഷർ പരിക്കുപറ്റി പുറത്തായെങ്കിലും പിന്നീട് വന്ന മില്ലറും സ്റ്റബ്സും കൂടിയിട്ട് കളി 19ാമത്തെ ഓവർ വരെ എത്തിക്കുന്നതായിട്ട് കണ്ടു. ലാസ്റ്റ് ഓവറിൽ 15 റൺസ് മാത്രമായിരുന്നു വിജയിക്കാനായിട്ടുണ്ടായിരുന്നത് ഡൽഹിക്ക്. റൊമാരിയോ ഷെപ്പേർഡ് എറിഞ്ഞ ഓവറിൽ 2 സിക്സുകൾ അടിച്ചിട്ട് മില്ലർ വിജയം ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ. അത് ഇതിനു മുന്നേ GT ആയിട്ടുള്ള കളിയിൽ കയ്യെത്തും ദൂരത്തുണ്ടായിരുന്ന വിജയം നഷ്ടപ്പെടുത്തിയ മില്ലറിന്റെ ഒരു റിഡംഷൻ തന്നെയാണ് ഈ ഒരു കളിയിൽ നമ്മൾ കണ്ടത്. ഈ ഒരു മൊമെന്റത്തിൽ ഡൽഹിക്ക് ഇനിയുള്ള മത്സരങ്ങളെല്ലാം വിജയിക്കാനായിട്ട് പറ്റുമോ? ഇന്നത്തെ തോൽവി നടന്നിട്ട് RCBക്ക് ഒരു കംബാക്ക് നടത്താനായിട്ട് പറ്റുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?